ഇന്നലെ വന്ന ഒരു ദുഃഖവാർത്ത, അത് നിങ്ങളൊക്കെയും കേട്ടിട്ടുണ്ട്. മിസ്റ്റർ CJ റോയ് എന്ന പ്രമുഖ വ്യവസായിയുടെ മരണവാർത്ത എല്ലായിടത്തും കേട്ടു. ഞാൻ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അനുശോചനം അറിയിക്കട്ടെ. അവർക്ക് ഈ വേദന താങ്ങാനുള്ള ശക്തി ലഭിക്കട്ടെ. ജീവിതം നമ്മളെ പലപ്പോഴും കടുത്ത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ 1.4 സെക്കൻഡിലും ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഓരോ 3.2 സെക്കൻഡിലും ഒരാൾ നമ്മളെ വിട്ടുപോകുന്നു. പക്ഷെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്തിയ ഒരാൾ അപ്രതീക്ഷിതമായി പോകുമ്പോൾ അതൊരു നഷ്ടം മാത്രമല്ല, അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. നികുതി അടയ്ക്കുന്നത് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യമല്ല, അത് നമ്മളൊക്കെയും ചെയ്യേണ്ട കടമയാണ്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം. നമ്മുടെ റോഡുകളും അണക്കെട്ടുകളും ആശുപത്രികളും സ്കൂളുകളും ഇവയെല്ലാം നികുതിയിൽ നിന്നാണ് വരുന്നത്. ഒരു പക്ഷേ ബിസിനസ്സിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. നോട്ടീസ്, റെയ്ഡ് ഇവ വന്നാൽ ഭയം തോന്നാം. പക്ഷെ ഓരോ പ്രശ്നത്തിനും നിയമപരമായ വഴികളുണ്ട്. തുറന്നു പറഞ്ഞ് ശരിയാക്കാം, സംസാരിച്ച് ഒത്തുതീർക്കാം, തവണകളായി അടയ്ക്കാം. ഇതിനെല്ലാത്തിനും തന്നെ നമുക്ക് സൗകര്യങ്ങൾ ലഭ്യമാണ്. ജീവിതത്തേക്കാൾ വലിയ നികുതി പ്രശ്നമൊന്നുമില്ല. അതിന് ജീവിച്ചിരിക്കേണ്ടതാണ് അത്യാവശ്യം. 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അമ്മാവൻ നികുതി നോട്ടീസ് കിട്ടിയപ്പോൾ അവഗണിച്ചതിനാൽ അവസാനം പാരമ്പര്യ സ്വത്ത് വരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ആദ്യ തവണ തന്നെ ഹാജരായി സംസാരിച്ചിരുന്നുവെങ്കിൽ അത്ര വലിയ നഷ്ടം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. ഒളിച്ചോടുമ്പോൾ പ്രശ്നങ്ങൾ വലുതാകും. മരിക്കുമ്പോൾ പലരും പലതും പറയും. നമ്മൾ അതിനെ നേരിടുമ്പോൾ പ്രശ്നങ്ങൾ ചെറുതാകും. നമുക്കത് എളുപ്പത്തിൽ തീർക്കാൻ കഴിയും. ഒരു പക്ഷേ വലിയ സമ്മർദ്ദങ്ങൾ വന്നാൽ ഒരു നിമിഷം മനസ്സ് തെറ്റായ വഴി കാണിക്കും. പക്ഷെ ആ നിമിഷം കടന്നു പോകും, പ്രശ്നം തീരും. പക്ഷേ പോയ ജീവിതം തിരികെ വരില്ല. വലിയ നികുതി ബാധ്യത വന്നാലും അത് നിയമപരമായി നമുക്ക് കൈകാര്യം ചെയ്യാം. കെട്ടിടങ്ങൾ വീണ്ടും പണിയാം, ബിസിനസ് വീണ്ടും തുടങ്ങാം, ആത്മവിശ്വാസം വീണ്ടും നേടാം. പക്ഷേ ജീവിതം വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമ്മർദ്ദം വന്നാൽ ഒളിക്കരുത്, ഭയപ്പെടരുത്. ഉപദേശകരോടും കുടുംബത്തോടും ഒക്കെ സംസാരിച്ച് സത്യസന്ധമായി നിയമപരമായും കാര്യങ്ങളെ നമ്മൾ നേരിടണം. എല്ലാവർക്കും ഒന്നും കൂട്ടിയാൽ 2 തന്നെയാണ്. ഒളിപ്പിച്ചാലും കണക്ക് മാറില്ല. തുറന്ന മനസ്സോടെ നികുതി അടയ്ക്കുന്നത് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഭാവിയെയും ശക്തിപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലും പതറാതെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ. ഒരിക്കൽ കൂടി മിസ്റ്റർ CJ റോയി ഓർത്തുകൊണ്ടും എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ടും നിർത്തുന്നു.